സ്വാഗതം. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന അതീവ ഗൗരവവും ഗുരുതരവുമായ സുരക്ഷാ വീഴ്ചയുടെ വലിയ ഉദാഹരണമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സൗമ്യ വധക്കേസിലെ പ്രതിയായിരിക്കുന്ന ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു വാർത്ത നമ്മളുടെ മുൻപിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംശയങ്ങൾ സ്വാഭാവികമായും പൊതുജനത്തിന് മുൻപിൽ ഉയരുകയാണ്. നമ്മൾ ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രതികൾ വലിയ കുറ്റകൃത്യം ചെയ്ത് ജയിലിനകത്തേക്ക് പോകുമ്പോഴും കാലങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ജയിലിനകത്ത് കുറ്റവാളികളുടെ നിയമമാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്ന്. അത് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന പൊതുസമൂഹത്തിന് ആ തരത്തിലുള്ള ചിന്തകൾ ഉടലെടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിറകിലുണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് മൂന്ന് മതിലുകൾ ചാടിക്കടന്നുകൊണ്ടാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് വരുന്നത്. അതും 6 മീറ്റർ ഉയരത്തിലുള്ള ഒരു മതിലുകൾ ചാടിക്കടന്നുകൊണ്ട് സെല്ലിനകത്തെ സെല്ലിൽ അഥവാ അതീവ സംരക്ഷണമുള്ള CCTV സംവിധാനങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്ന, പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ഒരു കളിയും നടക്കാത്തൊരു സെല്ലിനകത്ത് നിന്ന് ഒരു കൊടും കുറ്റവാളി പുറത്തെത്തി മണിക്കൂറുകളോളം പുറത്ത് വിഹരിക്കുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ചോദ്യങ്ങൾ അനവധിയാണ്, നിരവധിയാണ്. നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ സംശയം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഗോവിന്ദച്ചാമിക്ക് ജയിലിനകത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെയോ പ്രതികളുടെയോ സഹായം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജയിൽ ചട്ടങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കയറ് അവിടെ കുറ്റവാളികൾക്ക് കൊടുക്കാൻ പാടില്ല, വലിയ പുതപ്പുകൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, 6 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒറ്റക്കയ്യനായ, ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒരു കൈ കൊണ്ട് മാത്രം ഈ 3 മതിലുകളും ചാടിക്കടന്നുകൊണ്ട് ജയിലിൻ്റെ ഇരുമ്പഴി മുറിച്ചുകൊണ്ട്, അഥവാ ജയിലിൻ്റെ ഇരുമ്പഴി ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചുകൊണ്ട് 3 മതിലുകൾ ചാടിക്കടന്ന് ഫെൻസിങ് ഉൾപ്പെടെയുള്ള വൈദ്യുത വേലി പോലും തകർത്തുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സ്വാഭാവികമായ സംശയങ്ങൾ ഉയരുക സ്വാഭാവികമാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതും തന്നെയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്, ഈ ഗോവിന്ദച്ചാമി തുണികൾ കൂട്ടിക്കെട്ടി കയർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് ഇദ്ദേഹം ജയിലിൽ ചാടുകയാണ്. നമ്മുടെ സ്വാഭാവികമായൊരു സംശയമുണ്ട്, എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ഒരാൾക്ക്, ജയിലിലെ ചട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവർക്ക് ഏകാന്തത അനുഭവിക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണകളുണ്ടാകും, അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യാ പ്രേരണകൾക്ക് കാരണമായേക്കാകുന്ന വടം അവർക്ക് അനുവദിക്കാൻ പാടില്ല, ആയുധങ്ങൾ അവർക്ക് അനുവദിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ പുതപ്പുകൾ അവർ ജനലഴികളിലും മറ്റുമൊക്കെ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും പാടില്ല എന്ന് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നതാണ്. ഗോവിന്ദച്ചാമിക്ക് മാത്രം എവിടെ നിന്നാണ് ഇത്രയധികം തുണിത്തരങ്ങൾ കിട്ടിയത്? നമ്മൾ നോക്കൂ, പുറത്തേക്ക് വരുന്നൊരു ഗോവിന്ദച്ചാമിയുടെ ഒരു ദൃശ്യവും മുൻപ് വന്നിട്ടുള്ള ഗോവിന്ദച്ചാമിയുടെ ഒരു ദൃശ്യവും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. തടിച്ച് കൊഴുത്ത്, അതോടൊപ്പം തന്നെ മുടിയൊക്കെ പറ്റ വെട്ടി, താടിയൊന്നുമില്ലാത്ത ഒരു ഗോവിന്ദച്ചാമി. ആ ഗോവിന്ദച്ചാമി എവിടെ നിന്നാണ് കറുത്ത ജീൻസും കറുത്ത ഷർട്ടും അണിഞ്ഞുകൊണ്ട് റോട്ടിലൂടെ നടക്കുന്ന ഒരു ചിത്രം വളരെ പെട്ടെന്ന് ലഭിക്കുന്നത്? ജയിൽ വേഷം കുറ്റവാളികൾക്ക് ജീൻസും ഷർട്ടുമാണോ? നമുക്കറിയില്ല. നമ്മളൊക്കെ കണ്ടു പരിചയമുള്ള ജയിൽ വേഷമെന്ന് പറയുന്നത് ജയിൽ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് കൊടും കുറ്റവാളിയെ പോലെ, ഗോവിന്ദച്ചാമിയെ പോലെയുള്ള കൊടും കുറ്റവാളിക്ക് ആ തരത്തിൽ പുറത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ, ചാടുന്ന സമയം 1 മണിയാണെന്ന് പറയുന്നു, 4:10 പറയുന്നു, പോലീസിനെ ജയിലധികൃതർ വിവരം അറിയിക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞ് 7:30 എന്ന് പറയുന്നു. അതിലൊക്കെ ഇനിയും വാസ്തവങ്ങൾ വരേണ്ടതുണ്ട്. ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ സംശയങ്ങൾ, എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ കയറുകൾ ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ തുണിത്തരങ്ങൾ ലഭിക്കുന്നത്, എവിടെ നിന്നാണ് ഇയാൾക്ക് ആക്സോ ബ്ലേഡ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ഒരു ആരോഗ്യ ദൃഢഗാത്രൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൈ മാത്രമുള്ള ഒരാൾ 3 മതിൽ ചാടിക്കടന്ന് ഫെൻസിങ് പോലും വകവെക്കാതെ, അഥവാ CCTV നിരീക്ഷണം സദാസമയമുള്ളൊരു സെല്ലിനകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ജയിലധികൃതർ പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അവിടെ സെല്ലിൽ നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് മാത്രം പറയുമ്പോൾ ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ഇയാൾക്ക് എവിടെ നിന്നാണ് പുറത്തേക്ക് വരുമ്പോൾ ചാടി അദ്ദേഹത്തിൻ്റെ കറുത്ത ജീൻസും കറുത്ത ഡ്രസ്സും ഒക്കെ ലഭിക്കുന്നത്? പുലർച്ചെ സമയമാണ്, ഇയാൾക്ക് സംഘടിപ്പിക്കണമെങ്കിൽ പോലും സമയം ആവശ്യമുണ്ട്, കടകൾ തുറക്കുന്ന സമയമാണെങ്കിൽ പോലും സമയം ആവശ്യമുണ്ട്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ തുണിത്തരങ്ങൾ ലഭിച്ചിട്ടുള്ളത്? ഇത് ജയിൽ വസ്ത്രമാണോ? സ്വാഭാവിക
സ്വാഭാവികമായ സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജയിൽ ചാട്ടം എന്ന് പറയുന്നത് അന്വേഷണ വിധേയമാക്കേണ്ടത് മാത്രമാണ് എന്നല്ല, ജയിലിനകത്ത് കുറ്റവാളികളോടൊപ്പം ഉല്ലസിക്കുന്ന പോലീസുകാരുണ്ടാകുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള സംശയങ്ങളാണ് നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ കുറ്റവാളി ഒരു ഉച്ച വരെ കണ്ണൂർ ടൗണിനകത്തോ കണ്ണൂരിലെ പ്രാന്തപ്രദേശങ്ങളിലോ ഒക്കെ ഒളിച്ചിരുന്നു എന്ന് കരുതുക. കണ്ണൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരവും കാസർഗോഡും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് കർണാടകയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഒരുപാട് ട്രെയിൻ സർവീസുകൾ ഉള്ള ഒരു സമയവും അല്ലെങ്കിൽ ഒരു സാധ്യതകളൊക്കെയുള്ള ഒരു സ്റ്റേഷനാണ് കണ്ണൂരും തലശ്ശേരിയും ഈ പറയപ്പെടുന്ന അതിനപ്പുറത്തുള്ള കാഞ്ഞങ്ങാടും കാസർഗോഡും മംഗലാപുരവും ഒക്കെ. ഈ കുറ്റവാളി ഈ ഒരു സമയത്തിനകം പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവൻ ഇതുപോലെ പ്രതികാരദാഹിയായി നടക്കുകയോ മറ്റേതെങ്കിലും സ്ത്രീകളെയോ വീട്ടമ്മമാരെയോ വേട്ടയാടുമെന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ ഉറപ്പില്ലാത്തത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഈ നാട്ടുകാരെ സംബന്ധിച്ച് പോലീസിനും നാട്ടുകാരും അതിനുശേഷം വളരെ കൃത്യമായി ഇടപെട്ടു എന്നതൊരു മറ്റൊരു കാര്യം. പക്ഷേ ഈ നാട്ടുകാർ, ആ ഓട്ടോ ഡ്രൈവർ, ആ വിദ്യാർത്ഥി, ആ പരിസരവാസി ഇദ്ദേഹത്തെ കണ്ട് ഗോവിന്ദച്ചാമി എന്ന് വിളിച്ച് അട്ടഹസിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഗോവിന്ദച്ചാമി എവിടെയോ സുരക്ഷിതനായി ഇരുന്നതിന് ശേഷം ഇപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്റെ കണറ്റിൽ നിന്നാണ് അദ്ദേഹത്തെ ലഭിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരു പക്ഷേ ഉച്ച വരെ ഇതറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, മാധ്യമങ്ങൾ ഇതറിഞ്ഞിട്ടില്ലായിരുന്നു, നമ്മളിവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, മാധ്യമങ്ങൾക്ക് ഈ വിവരം കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ എങ്ങനെയായിരുന്നു ഇത് അലർട്ടാകുമായിരിക്കുക? സോ നമുക്ക് സംശയമുണ്ട്. 4:20 ജയിൽ ചാടി എന്ന് SP പറയുമ്പോൾ 4:20 മുതൽ പോലീസിനെ ജയിലധികൃതർ വിവരം അറിയിക്കുന്നത് 7 മണിയോട് കൂടിയാണെന്ന് പറയുമ്പോൾ അവിടെ 2 മണിക്കൂർ ബ്രേക്ക് കിടക്കുകയാണ്. ഈ 2 മണിക്കൂർ ബ്രേക്കിന് ശേഷം ഇതാരും അറിഞ്ഞില്ല എന്ന് വെക്കുക. എന്തായിരുന്നു അവസ്ഥ? ഈ പ്രതി കേരളം വിട്ട് അവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ്. ഗോവിന്ദച്ചാമി വെറും ഒരു കുറ്റവാളി മാത്രമാണെന്ന് അഭിപ്രായമില്ല, കൊടും കുറ്റവാളിയാണെന്ന് മാത്രമല്ല, ആ കുറ്റവാളിക്ക് പിറകിൽ സംശയകരമായ വലിയ ലോബി തന്നെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണ കാര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ പ്രതിപക്ഷം പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുറ്റവാളി ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെയോ ഒരു സിസ്റ്റത്തിൻ്റെയോ ഒക്കെ പിൻബലത്തോടു കൂടി തന്നെയാണ് എന്ന് പൊതുജനം സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇപ്പോൾ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ സസ്പെൻഷനോടുകൂടി ഈ കുറ്റവാളിയുടെ ഈ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു എന്ന ഈ ഒരു വാർത്തയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യം കുറക്കുന്നതല്ല. കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായിട്ടുള്ള കുറ്റവാളികൾ കഴിയുന്നൊരു സെൻട്രൽ ജയിൽ, രാഷ്ട്രീയ അതിപ്രസരണമുള്ളൊരു സെൻട്രൽ ജയിൽ. ഈ സെൻട്രൽ ജയിലിനകത്ത് വളരെയധികം നമ്മളിവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ CCTV നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ അതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. അവരുടെ പണി CCTV നിരീക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ സെല്ലുകളിലും കുറ്റവാളികൾ എന്തെടുക്കുന്നു, ഉറങ്ങുകയാണോ, ഇരിക്കുകയാണോ, ഉലാത്തുകയാണോ, ഇതൊക്കെ സമയം വീക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ശമ്പളം പറ്റി ആ പണി മാത്രം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അവരെന്തെടുത്തു? ഈ കുറ്റവാളിക്ക് എവിടെ നിന്നാണ് ഈ ഫെൻസിങ്ങിലൂടെ വൈദ്യുതി വേലിയിൽ വൈദ്യുതി ഇല്ല എന്ന് മനസ്സിലാക്കാനുണ്ടായ കാരണം? അങ്ങനെയാണെങ്കിൽ ഇത് ഫെൻസിങ് തട്ടി അദ്ദേഹം താഴെ ഷോക്കേറ്റ് വീഴും, അത് മറ്റൊരു കാര്യം. ഇതൊക്കെ ഉണ്ടായിട്ടും ആ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നിന്ന് ഒരു കുറ്റവാളി 3 മതിലുകൾ ചാടിക്കടന്ന് റോട്ടിലൂടെ പ്രധാനപ്പെട്ട പാതയിലൂടെ നടന്ന് നീങ്ങിയെന്ന് പറയുമ്പോൾ അത് കുറ്റവാളിയുടെ ഒരു വീരത്വം മാത്രമായിട്ട് നമുക്ക് വിശേഷിപ്പിക്കുന്നതിൽ ഒരു യുക്തിയുമില്ല. അതിന് പിറകിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്, അതിന് പിറകിൽ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് പ്രകാരം 20 ദിവസം ഈ കുറ്റവാളി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു പോലീസിന് എന്നതും അന്വേഷണ വിധേയമാക്കണം. വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. നമുക്ക് അന്വേഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. കുറ്റവാളിയെ പിടികൂടികൊണ്ട് മാത്രം ഇത് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പിടിച്ചു എന്ന് പറയുന്നത് മിടുക്കായി പറയുന്നതിനപ്പുറം ഈ കുറ്റവാളിക്ക് ജയിൽ ചാടാനുണ്ടായ സാഹചര്യം ഒരുക്കിയ ആളുകളെ കൃത്യമായി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്, അടയാളപ്പെടുത്തേണ്ടതുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ അതിപ്രസരണമുള്ള രാഷ്ട്രീയക്കാർ വിഹരിക്കുന്ന, രാഷ്ട്രീയ കുറ്റവാളികൾ വിഹരിക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഈ പ്രതിയെ സഹായിക്കുന്നതിൻ്റെ പിറകിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തെയും പുറത്തു കൊണ്ടുവരണം.
ഇതിന് കാരണക്കാരായത് കേവലം ബലിയാടുകളായ 4 ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി സർക്കാരിനോ പോലീസിനോ സംവിധാനങ്ങൾക്കോ സിസ്റ്റങ്ങൾക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കൃത്യമായി ഇതിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാവുകയും വേണം. Waytonikah.com, the exclusive Muslim matrimonial site.